ഇനി നമുക്ക് ക്യാപ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ കൈക്കുഴി നമുക്കൊന്ന് അളക്കാം. 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്ര കിട്ടുന്നുണ്ട് നോക്കാം. 9.5 വരുന്നുണ്ട്. അപ്പോൾ ഈ 9.5 തന്നെ നമുക്ക് ഇതിലേക്ക് അങ്ങനെ ചെയ്യണം നോക്കാം. രണ്ടാക്കിയിട്ട് അങ്ങനെ മടക്കുക. അതിനുശേഷം ഒന്നും കൂടി നമുക്കൊന്നും മടക്കി വയ്ക്കുക. ഇവിടെ നമുക്ക് ഒരു 10 ഇഞ്ച് കാൽക്കുലേഷൻ ചെയ്യുക. 10 ഇഞ്ച് 10 ഇഞ്ച് നോക്കാം. അതിനുശേഷം കൈയിറക്കം 4 ഇഞ്ചാണ് ക്യാപ് സ്ലീവിന് വെക്കുന്നത്. 4 സീം അലവൻസും കൂടിയിട്ട് അരയും കൂടി വയ്ക്കുക. 1/2 ഇഞ്ച് കൈ അടിക്കാൻ വേണ്ടിയിട്ട് താഴത്ത് മടക്കിയ ഭാഗമായതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് വേണ്ട. മുകൾ ഭാഗം ഒരു 1/2 ഇഞ്ച് കൂട്ടുക. 4 + 1/2 4.5 വയ്ക്കുക. എന്നിട്ട് 9 ഇവിടെ അതേപോലെ 4.5 വയ്ക്കുക. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് 2.5 വയ്ക്കുക. 2.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമുക്ക് 10 മതി, 9.5 മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് 9.5 ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ കൈവണ്ണം 7 സീം അലവൻസ് 1.5 ഇങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ കൈ ജസ്റ്റ് ഒന്ന് നോക്കാം, ഓക്കെ ആണോ നോക്കാം. നമുക്കത് കറക്റ്റായി നോക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന് ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഫ്രണ്ട് കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം. ഒരു 1/4 ഇഞ്ച് ഒന്ന് കയറ്റിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്ലോപ്പ് കൊടുത്തിട്ട് ചേർത്തിട്ടൊന്നിങ്ങനെ ആക്കിയിട്ട് ഷേപ്പ് കൊടുത്തിട്ടൊന്ന് വെട്ടി ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്രണ്ട് കൈക്കുഴി, ഇത് ബാക്ക് കൈക്കുഴി. ഓക്കെ, ക്യാപ് സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. വലിക്കാണ്ട് രണ്ടും ഒപ്പം വെച്ചിട്ട് അടിക്കാം. അപ്പുറം ഇപ്പുറം വെച്ചിട്ട് വലിക്കരുത്. വലിച്ച രണ്ടും ഇങ്ങനെ ഒപ്പം വെച്ച് നല്ല അടിച്ചാൽ മതി. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ക്യാപ് സ്ലീവ് ബ്ലൗസിലായാലും ചുരിദാറായാലും ഇങ്ങനെ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് ക്യാപ് സ്ലീവ് ഓക്കെ ഇങ്ങനെ ചെയ്യാം.